വീഡിയോ നമ്പർ 12 നമ്മൾ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷിയേഷൻ്റെ കുറച്ചും കൂടി സോൾവിങ്സ് ടൈപ്പ് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് 6 ഇൻറ്റു y ഈസ് ഈക്വൽ ടു e raised to 2x പ്ലസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ ഇടത്തെ സൈഡ് ഉണ്ട്, വലത്തെ സൈഡ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഉണ്ട്, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഉണ്ട്. ഇടത്തെ സൈഡ് നമ്മൾ 0 ഇൻഡിക്കേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കിട്ടും. ഡിക്ക് നമ്മൾ എം കൊടുക്കുക. എനിക്ക് എം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് m+2 ഇൻറ്റു m+3 കൂട്ടിയാൽ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 6. അപ്പോൾ ഇത് m+2 ഈക്വൽ ടു 0, m+3 ഈക്വൽ ടു 0, m ഈക്വൽ ടു -2, m ഈക്വൽ ടു -3. അപ്പോൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ടാണ്. അപ്പോൾ നമുക്ക് എഴുതാം c1 e raised to -2x പ്ലസ് c2 e raised to -3x. ഇനി നമുക്ക് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണണം. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് എക്സിനെ ഇതിൻ്റെ താഴോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്തൊരു പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു e raised to 2x പ്ലസ് എക്സ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് 6. അപ്പോൾ നമുക്ക് രണ്ട് പീസ് ഉണ്ട്, ഇതിന് രണ്ട് പീസാക്കണം. ഒന്ന് e raised to 2x ബൈ ഡി സ്ക്വയർ പ്ലസ് 5d പ്ലസ് 6. ഈ ടേം കൊണ്ട് നമുക്ക് ഇതിനെയും ഡിവൈഡ് ചെയ്യണം, ഇതിനെയും ഡിവൈഡ് ചെയ്യണം. അല്ലെ e raised to x ഫോം ആണെങ്കിൽ നമുക്കറിയാം e raised to ax ഫോം അല്ലേ, a സമം 2 അല്ലേ, 2 ഡിക്ക് കൊടുത്താൽ മതി. d is equal to a എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അപ്പോൾ e raised to 2x ബൈ 2 സ്ക്വയർ 5 ഇൻറ്റു 2 പ്ലസ് 6 e raised to 2x ബൈ 4 പ്ലസ് 10 പ്ലസ് 6 20 e raised to x ബൈ 20. ഇനി ഈ ഭാഗം കാണണം. ഈ ഭാഗം കാണാൻ നമുക്ക് ഒരു ചെറിയ പരിപാടി ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഒരു 1 ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അടിയിലൊരു 1 പ്ലസ് എക്സ് റൈസ് ടു എൻ ഫോം ഡെവലപ്പ് ചെയ്യണം. അതിനിവിടെ 1 ഇല്ലല്ലോ. 1 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഇതിനെ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തണ്ടേ. പിന്നെ എസ് സ്ക്വയർ ബൈ 6 പ്ലസ് 5d പ്ലസ് ഡി സ്ക്വയർ എന്ന് പറയും. ഈ സാധനം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി ഇങ്ങനെ എഴുതിയുള്ളൂ. ഇവിടെ ഞാൻ 6 പുറത്തെടുക്കുന്നു. 6 പുറത്തെടുത്താൽ ഇവിടെ 1 ബാക്കി ഉണ്ടാവും. ഇതിന് രണ്ടിനെ ഒരുമിച്ച് എഴുതിക്കോളേ. ഇങ്ങനെ എഴുതുക. ഇനി ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുക. 1/6 ഇൻറ്റു 1/6 താഴെ അവിടെ അടിയിൽ 6 ഉണ്ട്. ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി 1 പ്ലസ് 5 ഇൻറ്റു ഡി പ്ലസ് ഡി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 6 ബ്രാക്കറ്റിലിട്ടേക്ക് റേസ് ടു -1 എക്സ് സ്ക്വയർ. ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഏത് ഉപയോഗിച്ച് 1 പ്ലസ് എക്സ് റേസ് ടു -1 ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. എന്താ എക്സ്പാൻഷൻ? 1 മൈനസ് എക്സ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് എസ് ക്യൂബ് പ്ലസ് എക്സെട്ര. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 1/6 ഇൻറ്റു 1 മൈനസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ താഴാണ്, ഈ ബ്രാക്കറ്റിലെസ് ആണ്. പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു ഡി പ്ലസ് ഡി സ്ക്വയർ ബൈ 6 ഹോൾ സ്ക്വയർ മൈനസ് എക്സെട്ര. അപ്പോൾ 1 മൈനസ്
ഇതിവിടെ 5/6d, ഇത് -5/6d². ഇത് എക്സ്പാൻഡ് ചെയ്യണം. ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്രാക്കറ്റിലുള്ള സാധനം 5 25 6 36 അതിലേക്ക് പുറത്തിട്ടേക്ക് 25 36. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. d + d² ഹോൾ സ്ക്വയർ 3 d² പ്ലസ് 2d³ പ്ലസ് d⁴ മൈനസ് എക്സെട്ര. നമുക്കിവിടെ പുറത്തുള്ള ടേം x² മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് d² വരെയുള്ള സാധനം മാത്രം മതി. ബാക്കിയെല്ലാം d³ d⁴ ഇതൊക്കെ വെട്ടിക്കളേ. അപ്പോൾ ഇത് വേണം, ഇത് വേണം, ഇത് വേണം. 25/36 d² എടുക്കുക. ഈ സാധനം മറ്റേ സാധനം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഇത് വേണ്ട, ഇത് വേണ്ട, d³ ഒന്നും വേണ്ട, d² വരെ മതി. അപ്പോൾ 1 - 5/6d - 5/6d² പ്ലസ് 25/36d². ഇത്രയും മതി. ഓക്കെ. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പുറത്തൊരു x² ഉണ്ടേ. അപ്പോൾ നമുക്ക് ഒന്ന് d² ആഡ് ചെയ്യാം. 1 - 5/6 കുറച്ച് കൺവീനിയൻറ്റിന് വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യുമ്പോൾ -5/6 പ്ലസ് 25/36 അങ്ങനെയല്ലേ. നെഗറ്റീവ് ഉണ്ട് ഇവിടെ. d² കോമൺ ആയിട്ട് പുറത്തെടുത്ത് ഒന്ന് LC എടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കാം. -1/6d 36 LC ആണ്. അപ്പോൾ ഇവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 ആവും. പ്ലസ് 25/36 താഴെയിട്ട് LC എടുത്താണ്. ഇതിൻ്റെ LC എടുത്ത d² ഓഫ് x². -30 25 എത്രയാ? -5/36 d². ഇത് മൾട്ടിപ്ലൈ ചെയ്യുക ഇങ്ങോട്ടേക്ക്. x² മൈനസ് ഇത്, പിന്നെ ഇത് 5/6 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് x². ഇനി ഇത് d² ഓഫ് x². ഇനി s² മൈനസ് ഇത് എത്ര വരിക? 5/6 ഇൻറ്റു ഡെറിവേറ്റീവ് s² എത്രയാ? 2x മൈനസ് 5/36 ഇൻറ്റു d² ഓഫ് x² എന്ന് പറഞ്ഞാൽ 2 വരെ 2 പ്രാവശ്യം x² ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് വെട്ടിക്കഴിഞ്ഞാൽ 18 വരും. അപ്പോൾ s² മൈനസ് 2ഉം 3ഉം വെട്ട 5/3x മൈനസ് 5/8. ഓക്കെ. അപ്പോൾ ഇത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ രണ്ടാം സെക്ഷനാണ്. ഇതും നമ്മളെ മറ്റേ സാധനം പർട്ടിക്കുലർ ഇൻ്റഗ്രൽ 1ഉം പർട്ടിക്കുലർ 2 ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ CF ആഡ് ചെയ്യുക. ഇപ്പോൾ ഫൈനൽ ആൻസർ ആവും. ഇനി നമുക്ക് കുറച്ച് വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. d²y/d രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. d²y/d² പ്ലസ് 3 ഇൻറ്റു dy/dx പ്ലസ് 2y ഈക്വൽ ടു e⁻²x ഇൻറ്റു sin x. അപ്പോൾ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇതിനെ എങ്ങനെ എഴുതാം? d² പ്ലസ് 3d പ്ലസ് 2 ഇൻറ്റു y ഈക്വൽ ടു e⁻² x ഇൻറ്റു sin x. ഇതിനെ എഴുതി കഴിഞ്ഞാൽ put d equal to m കൊടുക്കുക. auxiliary equation എന്താ? m² പ്ലസ് 3m പ്ലസ് 2 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് m പ്ലസ് 1 ഇൻറ്റു m പ്ലസ് 2 ഈക്വൽ ടു 0. കൂട്ടിയാൽ 3 ഗുണിച്ചാൽ 2. അപ്പോൾ 2 നമ്പർ പ്ലസ് 1 പ്ലസ് 2. m ഈക്വൽ ടു -1 m ഈക്വൽ ടു -2. രണ്ട് ഡിസ്റ്റിങ് റിയൽ റൂട്ട്. അപ്പോൾ c1 e⁻⁻x പ്ലസ് c2 e⁻⁻2x ഇങ്ങനെയല്ലേ എഴുതുന്ന പഠിച്ചേ. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനത്തിന് താഴെ ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കിക്കോ. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു e⁻²x into sin x by d² plus 3d plus 2.
പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ e⁻²x നമുക്ക് sin x ആയിട്ട് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ കുറച്ച് ദൂരോട്ട് പിടിച്ച് വലിച്ചുണ്ടാക്കണം. അങ്ങനെ e⁻²x നമ്മൾ ദൂരോട്ട് വലിച്ച് ഇവിടെ കൊണ്ടാക്കുമ്പോൾ ഈ 2 എന്ന് പറയുന്ന സാധനം ഇവിടെ എല്ലാം ആഡ് ചെയ്ത് വെക്കണം. ഡീനെ ചേഞ്ച് ചെയ്ത് d+2, അതായത് ഡി ചേഞ്ചസ് ടു d+a എന്നാണ് വേണ്ടത്. a എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ d+2 വരും. അപ്പോൾ sin x ഇങ്ങോട്ട് ദൂരോട്ട് എഴുതുക, ഇത് d+2 ആവും. d+2 ഹോൾ സ്ക്വയർ, ഡി ചേഞ്ചസ് ടു d+2, ഇവിടെയും ഡി ചേഞ്ചസ് ടു d+2 +2. അപ്പോൾ എന്തുവരും? e⁻³ into sin x by എന്താ വരിക? d² plus 4d plus 4 plus 3d plus 6 plus 2. അപ്പോൾ എന്ത് വരും? d² plus 4 3 7d plus 6 4 12 12. അപ്പോൾ e⁻³ into sin x by d² plus 7d plus 12. അപ്പോൾ നമുക്കിങ്ങനെ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ sin ax വന്നു കഴിഞ്ഞാൽ sin ax ബൈ ഫംഗ്ഷൻ ഓഫ് ഡി ആണ്. നമ്മൾ d² = -a² എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ d² അവരുടെ a3 ആണ്, sin x അല്ലേ, അപ്പോൾ a = 1 അല്ലേ. അപ്പോൾ d² = എന്താ കൊടുക്കുക? d² = -a² എന്ന -1, ഇവിടെ -1 കൊടുക്കുക, പ്ലസ് 7d പ്ലസ് 12. ഡിക്ക് കൊടുക്കാൻ പറ്റില്ല, d² മാത്രമാണ്. അപ്പോൾ നമ്മുടെ സാധനം ഇങ്ങനെ e⁻³ ദൂരോട്ട് വെക്കണേ. sin x ബൈ -1 12 11 വരും. അപ്പോൾ 11 പ്ലസ് 7d. അപ്പോൾ 11 പ്ലസ് 7d നമ്മൾ ഡി നമുക്ക് sin x-ൽ d² മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോൺജുഗേറ്റ് 11 പ്ലസ് 7d, ഇത് ഞാനൊന്ന് മാറ്റി ചെയ്യുന്നുണ്ട്. e⁻³ by ഇതിനെ 7d പ്ലസ് 11 ആയിക്കൂടെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 7d പ്ലസ് 11ൻ്റെ കോൺജുഗേറ്റ് ആരാ? 7d മൈനസ് 11 ആണല്ലേ, അത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുക, അതേപോലെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും? e⁻³ ദൂരോട്ട് വെച്ചാൽ 7d മൈനസ് 11 ഇൻറ്റു sin x ഡിവൈഡഡ് ബൈ ഇത് x മൈനസ് y ഇൻറ്റു x പ്ലസ് y, ദാറ്റ്സ് ഈക്വൽ ടു x² മൈനസ് y². അപ്പോൾ എന്ത് വരും? 49d² മൈനസ് 11² ദാറ്റ് ഈസ് e⁻³ കുറേ ദൂരോട്ട് വെക്കുക. ഇത് എത്ര വരും? 7 ഡെറിവേറ്റീവ് ഓഫ് sin x 7 cos x മൈനസ് 11 sin x മൈനസ് 11 sin x ഡിവൈഡഡ് ബൈ ഇത് 14. നമ്മൾ d² പകരം -a² കൊടുക്കുക, അപ്പോൾ അവിടെ -1 വരും. അപ്പോൾ 49 ഇൻറ്റു -1 മൈനസ് 11². ഇതാണ് ഫൈനൽ ആൻസർ, -49. ഇത് കൂട്ടി അങ്ങ് എഴുതി വെച്ചാൽ മതി, സാധനമായി. ഓക്കെ, ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് d² plus 5d plus 6 into y is equal to e⁻² into cos x. അപ്പോൾ നമുക്കറിയാം ഇത് പഴയ പോലെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ d is equal to m കൊടുക്കുക. അപ്പോൾ m² plus 5m plus 6 equal to 0, m plus 2 into m plus 3 equal to 0, m equal to -2, m equal to -3. അപ്പോൾ c1 e⁻² plus c2 e⁻³ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ആണ്. ഈ സാധനം ഇങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാം. റെറ്റിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു e⁻² into cos x by d² plus 5d plus 6. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനെ ഇവിടെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ വരെ ദൂരോട്ടേക്ക് മാറ്റണം. e⁻² ദൂരോട്ട്, അന്നേരം -2 ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കണം. cos x d ചേഞ്ചസ് ടു d പ്ലസ് a അല്ലേ, a എന്ന് പറഞ്ഞാൽ -2, d ചേഞ്ചസ് ടു d -2. അപ്പോൾ d -2 ഹോൾ സ്ക്വയർ
പ്ലസ് 5 ഇൻറ്റു ഡി മൈനസ് 2 പ്ലസ് 6. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു കോസ് എക്സ്. ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 പ്ലസ് 5d മൈനസ് 10 പ്ലസ് 6 ദാറ്റ് ഈസ് ഡി സ്ക്വയർ. ഇതെത്ര വരും? മൈനസ് 4d 5d പ്ലസ് ഡി. ഇത് പോയേ 6 4 10, 10 മൈനസ് 10 ഇത് 0 ആയിപ്പോയി. ഇപ്പോൾ ഡി സ്ക്വയർ പ്ലസ് ഡി ഉണ്ട് അടിയിൽ. ഡി സ്ക്വയർ പ്ലസ് ഡി. അപ്പോൾ നമ്മളെ സാധനം ഇങ്ങനെയുള്ളത് ഇപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതിനെ ഉരുവോട്ട് വെക്കണം കേട്ടോ. ഡി സ്ക്വയർ പ്ലസ് ഡി. ഇനി നമുക്ക് ഡി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡി സ്ക്വയർ ഈക്വൽ ടു എന്താ? നെഗറ്റീവ് എ സ്ക്വയർ അല്ലേ. അപ്പോൾ ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു മൈനസ് 1. അപ്പോൾ ഇതിന് മൈനസ് 1 പ്ലസ് ഡി എന്ന് കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ മൈനസ് 1 പ്ലസ് ഡീന് ഞാൻ ഡി മൈനസ് 1 എഴുതണ്ടേ? ശരിയല്ലേ? മൈനസ് 1 പ്ലസ് ഡി മൈനസ് 1 എഴുതാം. ഇനി നമുക്ക് കോസ് എക്സ് ആയതുകൊണ്ട് ഡിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെ കോൺജുഗേറ്റ്, ഈ ഡി മൈനസ് 1 കോൺജുഗേറ്റ് ഡി പ്ലസ് 1 ഇവിടെയും ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഡി പ്ലസ് 1 ഇൻറ്റു കോസ് എക്സ് ഡിവൈഡ് ബൈ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്തൊരു ഡി സ്ക്വയർ മൈനസ് 1. ഇനി നമുക്ക് കോസ് എക്സിൻ്റെ ഡി സ്ക്വയറിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? നെഗറ്റീവ് 1. അപ്പോൾ നെഗറ്റീവ് 1 നെഗറ്റീവ് 1. അപ്പോൾ എന്തൊരു ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഇത് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ്. ഇത് പ്ലസ് 1 ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ അടിവശത്ത് മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത എത്രയാ നമ്പർ നമുക്ക് ഓർമ്മയില്ല. 4 തോന്നുന്നു. പ്രോബ്ലം നമ്പർ 4. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. എക്സ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. അപ്പോൾ ഇത് പതിവ് പോലെ ഡി സ്ക്വയർ മൈനസ് 2d പ്ലസ് 1 ഇൻറ്റു വൈ ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. ഇത് നമുക്ക് എന്താ എഴുതാം? എം സ്ക്വയർ മൈനസ് 2m പ്ലസ് 1 ഈക്വൽ ടു 0. എം മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ 0. എം ഈക്വൽ ടു 1 1 റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ടാണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു c1 ഇ റേസ് ടു m1x പ്ലസ് എക്സ് ഇൻറ്റു c2 ഇ റേസ് ടു m1x. 1 1 കൊടുത്താൽ c1 ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു c2 ഇ റേസ് ടു എക്സ്. ഇനി ഇത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി ഈ സാധനത്തിന് താഴോട്ടേക്ക് എഴുതുക. ഇതിനെ നമുക്ക് ഡി മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുന്നുണ്ടേ. അപ്പോൾ ഇത് ഡി മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനുള്ള ശ്രമമാണ്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു ഇത് താഴോട്ട് കൊണ്ടുപോകാം. എക്സ് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ബൈ ഡി മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. 1 2 3. ഈ 3 ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രിക്ക് എടുക്കും. എന്താ ട്രിക്ക്? നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത് particular integral is equal to x e raised to x sin x by d minus 1 whole square ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ സാധനത്തിന് കുറച്ച് ദൂരോട്ടേക്ക് മാറ്റി വെക്കുക. മാറ്റുന്ന സമയത്ത് ഇവിടെയുള്ള എ എത്രയാ? എ എക്സ് അല്ലേ? ഇ റേസ് ടു എ എക്സ് A1 അല്ലേ ഇവിടെ? അതിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇ റേസ് ടു എക്സിനെ ഞാൻ ദൂരോട്ട് മാറ്റി. ബാക്കി സാധനം എക്സ് സൈൻ എക്സിനെ അവിടെ നിന്നോട്ടെ. അങ്ങനെ ദൂരോട്ട് മാറ്റുമ്പോൾ ഇവിടെ ഡിക്ക് ചേഞ്ചസ് ടു ഡി പ്ലസ് എ, ഡി ചേഞ്ചസ് ടു ഡി പ്ലസ് 1. അപ്പോൾ ഡി പ്ലസ് 1 ആക്കുക. ഡി പ്ലസ് 1 മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പം 1ഉം -1 ക്യാൻസൽ ആയിപ്പോൾ ഇ റേസ് എക്സ് ദൂരോട്ട് തന്നെ കിട്ടെ എക്സ് സൈൻ എക്സ് ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടി. എന്താണ് ഡി എന്ന് പറഞ്ഞാൽ? ഡി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ്. 1/d എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ. 1/d സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ 2 ടൈംസ് 1/d തന്നെ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/d സ്ക്വയർ 1/d സ്ക്വയർ ഓഫ് എക്സ് സൈൻ എക്സ് ആണല്ലേ. 1/d സ്ക്വയർ എക്സ് സൈൻ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന് എന്ത് ചെയ്യുക? എക്സ് സൈൻ എക്സിന് 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഇട്ട് കൊടുത്തിട്ട് എക്സ് സൈൻ എക്സ് ചെയ്യാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് കണ്ടുപിടിക്കുക. എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് കോസ് എക്സ്
മൈനസ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് മൈനസ് മൈനസും പ്ലസ് ഇൻ്റഗ്രൽ സൈൻ എക്സ് എത്രയാണ്? ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നെഗറ്റീവ് ഓഫ് എക്സ് കോസ് എക്സ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ആവും, പിന്നെ ഒരു ഇൻ്റഗ്രൽ വരില്ലേ, അപ്പോൾ നെഗറ്റീവ് കോസ് എക്സ് ആണ്. നിങ്ങൾക്കറിയാലോ ഇൻ്റഗ്രൽ എക്സ് ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ സെക്കൻഡ്. ഈ മൈനസ് മൈനസും പ്ലസ് ആവും. അപ്പോൾ മനസ്സിലാകുന്നതിൽ ഞാൻ ഇനി ഇപ്പുറത്ത് ഒന്ന് കുറച്ചും കൂടി നല്ല പ്രസിദ്ധീയിൽ എഴുതാം. ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. ഇതാണ് ഫസ്റ്റ് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം കിട്ടി. ഇനി പിന്നെ ഈ സാധനത്തിന് എന്ത് ചെയ്യുക, ഇത് ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ്, പിന്നെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഈ സാധനത്തിന്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വിവരം നോക്കാം. മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അത് കഴിഞ്ഞ് ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്. ഇനി പിന്നെ എക്സ് സൈൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ്. അപ്പം ഇവിടെ പ്ലസ് കോസ് എക്സ് ആവും. മൈനസ് കോസ് എക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് കോസ് എക്സ് ദാറ്റ് ഈസ് മൈനസ് എക്സ് സൈൻ എക്സ് മൈനസ് 2 കോസ് എക്സ്. ഇതാണ് ഡബിൾ ഇൻ്റഗ്രൽ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സ്ഥലത്തെ ഇറേസ് ടു എക്സിൻ്റെ ഡബിൾ ഇൻ്റഗ്രൽ അല്ലേ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ആ ഇറേസ് ടു എക്സ് ഇൻറ്റു ഈ സാധനം മൈനസ് നെഗറ്റീവ് രണ്ടൊന്നും പുറത്തെടുത്തില്ലേ, എക്സ് സൈൻ എക്സ് പ്ലസ് 2 കോസ് എക്സ്. ദിസ് ഇസ് ദ ഫൈനൽ ഇൻ്റഗ്രൽ. ദാറ്റ് ഇസ് ഫൈനൽ ഇൻ്റഗ്രൽ. Cauchy. Cauchy is almost famous.